എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചതാര്? ഉത്തരം: ഔഗുസ്തോസ് കൈസർ. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: ഒന്നാമത്തെ പേർവഴി ചാർത്തൽ ഉണ്ടായത് എന്ന്? ഉത്തരം: കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ. 2-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 3: യോസഫ് ആരുടെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്നു? ഉത്തരം: ദാവീദിന്റെ. 2-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 4: യോസഫും മറിയയും പേർവഴി ചാർത്തേണ്ടതിന് എവിടെ നിന്ന് എവിടേക്ക് പോയി? ഉത്തരം: ഗലീലയിലെ നസ്രത്ത് പട്ടണത്തിൽ നിന്ന് യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക്. 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ചോദ്യം 5: മറിയ ആദിജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ എവിടെ കിടത്തി? ഉത്തരം: പശുത്തൊട്ടിയിൽ. 2-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 6: കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ആര്? ഉത്തരം: ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഇടയന്മാർ. 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ചോദ്യം 7: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞു? ഉത്തരം: കർത്താവിന്റെ ദൂതൻ ഇടയന്മാരോട്. 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8: ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്നതിന് ദൂതൻ ഇടയന്മാർക്ക് നൽകിയ അടയാളം ഏത്? ഉത്തരം: ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്നുള്ളത്. 2-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 9: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തിയതാര്? ഉത്തരം: സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘവും കർത്താവിന്റെ ദൂതനും. 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ചോദ്യം 10: പൈതലിനെ കുറിച്ച് ഇടയന്മാർ പറഞ്ഞ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നതാര്? ഉത്തരം: മറിയ. 2-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 11: എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് മറിയയും യോസഫും പൈതലിന് യേശു എന്ന് പേർ വിളിച്ചത്? ഉത്തരം: പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ. 2-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 12: കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് എവിടെ? ഉത്തരം: കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ. 2-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 13: യേശുവിനെ കർത്താവിന് അർപ്പിപ്പാനും യാഗം കഴിപ്പാനുമായി അവർ യെരുശലേമിലേക്ക് കൊണ്ടുപോയത് എപ്പോൾ? ഉത്തരം: മറിയയുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ. 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 14: നീതിമാനും യെരുശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നതുമായ വ്യക്തി ആര്? ഉത്തരം: ശിമയോൻ. 2-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 15: കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ഉണ്ടായിരുന്നതാർക്ക്? ഉത്തരം: ശിമയോന്. 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശുവിനെ കൈകളിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞതാര്? ഉത്തരം: ശിമയോൻ. 2-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 17: നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: ശിമയോൻ മറിയയോട്. 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ചോദ്യം 18: അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നുവെന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം: ശിമയോൻ യേശുവിനെ കുറിച്ച്. 2-ാം അധ്യായം 34-ാം വാക്യം.
ചോദ്യം 19. ഹന്ന പ്രവാചകി ആരുടെ മകളായിരുന്നു? ഉത്തരം ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകൾ. 2-ാം അധ്യായം 36-ാം വാക്യം. ചോദ്യം 20. ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നതാര്? ഉത്തരം ഹന്ന പ്രവാചകി. 2-ാം അധ്യായം 37-ാം വാക്യം. ചോദ്യം 21. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ചതാര്? ഉത്തരം ഹന്ന പ്രവാചകി. 2-ാം അധ്യായം 38-ാം വാക്യം. ചോദ്യം 22. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. ആർ? ഉത്തരം മറിയയും യോസഫും യേശുവും. 2-ാം അധ്യായം 39-ാം വാക്യം. ചോദ്യം 23. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. വാക്യം ഏത്? 2-ാം അധ്യായം 40-ാം വാക്യം. ചോദ്യം 24. യേശുവിന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും യെരുശലേമിലേക്ക് പോയത് ഏത് പെരുന്നാളിന്? ഉത്തരം പെസഹ പെരുന്നാളിന്. 2-ാം അധ്യായം 41-ാം വാക്യം. ചോദ്യം 25. യേശുവിന് എത്ര വയസ്സായപ്പോഴാണ് അവർ പെരുന്നാളിന് പോയത്? ഉത്തരം 12. 2-ാം അധ്യായം 42-ാം വാക്യം. ചോദ്യം 26. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു എവിടെ താമസിച്ചു? ഉത്തരം യെരുശലേമിൽ. 2-ാം അധ്യായം 43-ാം വാക്യം. ചോദ്യം 27. യേശു സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അമ്മയപ്പന്മാർ ഊഹിച്ചിട്ട് എത്ര ദിവസത്തെ വഴി പോന്നു? ഉത്തരം 1 ദിവസത്തെ. 2-ാം അധ്യായം 44-ാം വാക്യം. ചോദ്യം 28. 3 നാൾ കഴിഞ്ഞ ശേഷം യേശുവിന്റെ അമ്മയപ്പന്മാർ യേശുവിനെ എവിടെ കണ്ടു? ഉത്തരം ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. 2-ാം അധ്യായം 46-ാം വാക്യം. ചോദ്യം 29. യേശുവിന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും എന്തിൽ വിസ്മയം തോന്നി? ഉത്തരം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും. 2-ാം അധ്യായം 47-ാം വാക്യം. ചോദ്യം 30. മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞുവെന്ന് മറിയ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 2-ാം അധ്യായം 48 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 31. യേശു എങ്ങനെ മുതിർന്നു വന്നു? ഉത്തരം ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 2-ാം അധ്യായം 52-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.